നമസ്കാരം. ബിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ തിയറി ആസ്പെക്ട്സ് മാത്രം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒത്തിരി വീഡിയോസ് കാണുന്നു, പലരും അഭിപ്രായങ്ങൾ പറയുന്നു, സന്തോഷം. ഇത് ബേസിക്കലി അറിയാലോ, നോൺ കോമേഴ്സ് ആയിട്ടുള്ളെങ്കിൽ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ തിയറി എന്താ പറയുക, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ടില്ലാത്തവർക്കുള്ളൊരു വീഡിയോ സീരീസാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് എന്താ പറയുക, വളരെ യൂസ്ഫുൾ ആവുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ആദ്യത്തെ വീഡിയോ അറൗണ്ട് 1000 പേർക്ക് മുകളിൽ കണ്ടു, സന്തോഷം. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു ഏരിയയാണ്. നമ്മൾ അതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത് അറിയാമല്ലോ, ബേസിക്സ് ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് പോളിസിയാണ്. ഡിവിഡൻഡിനെ കുറിച്ച് നല്ലതിൽ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ലെക്ചർ നോക്കാനായിട്ട്. എൻ്റെ തന്നെ വീഡിയോ ഡിവിഡൻഡിനെ കുറിച്ച് കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് വേറെ വീഡിയോ ഉണ്ട്, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ അത് നല്ലതിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം കമ്പനീസ് ആക്ടിലെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് സെക്ഷൻ 123, 124, 125, 126, 127 ഇത്രയും സെക്ഷൻസ് നിലയിൽ നോക്കുകയും പിന്നെ അതിൻ്റെ കുറച്ച് റൂൾസും കൂടെ നോക്കിയിരുന്നാൽ ഇത് എന്താ പറയുക, ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏരിയ ആണെങ്കിൽ പോലും കമ്പനി ലോയുടെ ചില ഏരിയസും കൂടെ നോക്കിയാലേ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് നല്ലതിൽ ഒതൻറ്റിക്കേറ്റീവായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറയുന്നു. അത് എൻ്റെ തന്നെ ക്ലാസ്സസ് എനിക്ക് തോന്നുന്നു ലെക്ചേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് മൂന്നാമത്തെ എഡിഷനാണ്. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് പോളിസിയെ കുറിച്ചാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ നോൺ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിനുള്ള തിയറി ലെക്ചറിങ് ആണ് മലയാളത്തിൽ. അപ്പോൾ എന്താണ് ഡിവിഡൻഡ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിവിഡൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു എൻ്റെ ഇനിഷ്യൽ ക്ലാസ്സിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, തിരിച്ച് റിട്ടേൺ കൊടുക്കണം അല്ലേ? ആ റിട്ടേൺ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പൊതുവേ പ്രോഫിറ്റ് ഉള്ള കമ്പനികളാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്യണമെന്നും നിർബന്ധമില്ല, പക്ഷെ ഡിക്ലെയർ ചെയ്താൽ 30 ദിവസത്തിനൊന്നും കൊടുക്കണമെന്നും, കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റിയും, അത് എന്താ പറയുക, അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റണമെന്നൊക്കെ കമ്പനീസ് ആക്ടിൽ നിബന്ധനകളുണ്ട്. എങ്കിലും എന്താണ് ഡിവിഡൻഡ്? കമ്പനിയുടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് അല്ലേ? കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചതിന് ശേഷം, ടാക്സും കഴിഞ്ഞതിന് ശേഷം ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് EATയിൽ ഡിക്ലെയർ ചെയ്യുന്ന എന്താ പറയുക ഒരു 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 എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജിൽ ഡിക്ലെയർ ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മളിത് കൊടുക്കുന്നത്. കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ലോൺ എടുത്തവർക്കൊന്നും നമ്മൾ എന്ത് കൊടുക്കാറില്ല, ഡിവിഡൻഡ് കൊടുക്കാറില്ല. വി പേ ഡിവിഡൻഡ് ഓൺലി ടു ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് അവർക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണ്ടേ? അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷാവസാനമാവുമ്പോൾ പൊതുവേ, അല്ലാതെ വർഷത്തിൻ്റെ ഇടയിലും കൊടുക്കാം, പക്ഷേ എങ്കിലും കണക്ക് നോക്കിയതിന് ശേഷം, കമ്പനിയുടെ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം, അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ലാഭം ഉണ്ടോ എന്ന് നോക്കുന്നു. ലാഭം ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് മാക്സിമൈസേഷന് വേണ്ടി ഷെയർ ഹോൾഡേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ്, തുകയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇയർ ഓപ്പൺ ആയിരിക്കുമ്പോൾ, അക്കൗണ്ടിങ് ഇയർ എന്ന് വെച്ചാൽ അറിയായിരിക്കും അല്ലെ, ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ആയിരിക്കുമ്പോൾ കൊടുക്കുന്ന ഡിവിഡൻഡിനെ നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് എന്നും, അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം, അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്ത് വർഷാവസാനം കൊടുക്കുന്ന ഡിവിഡൻഡിനെ നമ്മൾ എന്ത് പറയും, ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയും. അപ്പോൾ ഡിവിഡൻഡ് ബേസിക്കലി രണ്ടായിട്ടുണ്ട്, ഇന്ററിം ഡിവിഡൻഡ് ഉണ്ട്, ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്. ഇന്ററിം ഡിവിഡൻഡ് പൊതുവെ ഡിക്ലെയർ ചെയ്യുന്നത് ബോർഡ് തന്നെയാണ്. എന്നാൽ ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ബോർഡിന്റെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ വാർഷിക മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് എന്ത് കൊടുക്കുന്നത്, എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ നിയമപരമായ വശങ്ങളിൽ ഞാൻ പോകുന്നില്ല, അത് വേറൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഇതിന് കമ്പനി ലോ ക്ലാസ്സസ് ഇഷ്ടം പോലെ തന്നെ എൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയാൽ അറിയാൻ പറ്റും. എങ്കിൽ അത് ഞാൻ ബേസിക്സ് പറഞ്ഞോളൂ. നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്റ്റിലാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഡിവിഡൻഡിനെ കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഡിവിഡൻഡ് ഈസ് എ പാർട്ട് ഓഫ് EAT, അതായത് ഏർണിങ്സ് ആഫ്റ്റർ പേയിങ് എന്താ പറയുക, ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം, വിച്ച് ഇസ് പേ ടു ദ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിവിഡൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതിന് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു വരുമാനം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഭാഷയിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അതൊരു ROI ആണ് അല്ലെ, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. അത് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു അപ്രോപ്രിയേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കത്തുള്ളൂ. ഇൻട്രസ്റ്റ്, ലോൺ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. പ്രോഫിറ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ എന്ത് കൊടുക്കണം, നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം ലോൺ എടുത്തതിന്. അതുകൊണ്ട് അതിനെ ചാർജ് ഓൺ പ്രോഫിറ്റ് എന്നും, പ്രോഫിറ്റ് ഉള്ളപ്പോഴേ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, അപ്രോപ്രിയേഷൻ ഓൺ ദ പ്രോഫിറ്റ് എന്നൊക്കെ വിളിക്കും ടെക്നിക്കലി. ഇത് കമ്പൽസറി അല്ല, നേരത്തെ ഞാൻ പറഞ്ഞു. കമ്പനീസ് ആക്ട് പ്രകാരം പ്രോഫിറ്റ് ഉള്ള എല്ലാ കമ്പനികളും ഡിവിഡൻഡ് കൊടുക്കണമെന്ന് നിയമമില്ല. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, പക്ഷേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, കൊടുത്തേ പറ്റൂ. അതാണ് പൊതുവെ ഒരു ഗുഡ് പ്രാക്ടീസ് ആയിട്ടും കൊടുക്കുന്നത്. 2 ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ററിം ഡിവിഡൻഡ്, അക്കൗണ്ടിങ് ഓപ്പൺ ആയിരിക്കുമ്പോൾ കൊടുക്കുന്ന ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് രണ്ട് ഏജിന്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക, അതാണ്
ഇൻട്രിം ഡിവിഡൻറ്റും അക്കൗണ്ടിങ് ക്ലോസ് ചെയ്യുന്ന ശേഷം ഫൈനലായിട്ട് ഏജിമിൽ കൊടുക്കുന്ന ഡിവിഡൻറ്റിനെ നമ്മൾ എന്ത് പറയും, ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റ് നമ്മൾ ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. ഇനി നമ്മുടെ ടോപ്പിക്, അതായത് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്ട് നോക്കും. പൊതുവെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ സിലബസിലുള്ള ഒരു ഏരിയയാണ് ഡിവിഡൻറ്റ് പോളിസി. എന്താണ് ഡിവിഡൻറ്റ് പോളിസി? ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്പനിക്ക് ഡിവിഡൻറ്റ് കൊടുക്കണോ, കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കണോ വേണ്ടി എന്നുള്ളത് കമ്പനിയുടെ മാനേജ്മെന്റിന്റെ, അതായത് ബോർഡിന്റെ തീരുമാനമാണ്. സോ എയ്തർ യു ക്യാൻ ഡിക്ലെയർ ഡിവിഡൻറ്റ്, അല്ലെങ്കിൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാതെ ഇരിക്കാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഒരു സ്ഥാപനം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലേ? ഈ ചോയ്സിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത് ഡിവിഡൻറ്റ് പോളിസി. ഈ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത് ഡിവിഡൻറ്റ് പോളിസി. വെദർ ദ ഏർണിങ്സ് ഓഫ് ദ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിവിഡൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണോ, അതോ കമ്പനിയുടെ ഭാവി പ്രോജക്ട്സിന് വേണ്ടി, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, ഭാവിയിലേക്ക് വേണ്ടി റീറ്റെയിൻ ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിവിഡൻറ്റ് പോളിസി. അപ്പോൾ ഡിവിഡൻറ്റ് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ബേസിക്കലി ഇറ്റ് ഡിറ്റർമിൻസ്, ഇത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ, വെദർ ഇറ്റ് ഡിറ്റർമിൻസ് വാട്ട് പോർഷൻ ഓഫ് ഏർണിങ്സ് വിൽ ബി പെയ്ഡ് ഔട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് വാട്ട് പോർഷൻ ടു ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. എത്ര എമൗണ്ട് ആ ഏർണിങ്സിൽ നിന്നും പ്രോഫിറ്റിന് എത്ര എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ല എത്ര എമൗണ്ട് നമ്മൾ കമ്പനിയുടെ ഭാവി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഡിസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡിവിഡൻറ്റ് ഡിസിഷൻ. അപ്പോൾ അതിനെ ഞാൻ കുറച്ച് സിമ്പിളായിട്ട് പറയുന്നുണ്ട്, ടു റീറ്റെയിൻ ഓർ ടു ഡിസ്ട്രിബ്യൂട്ട്. ഈ ചോദ്യത്തിന്റെ തീരുമാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിവിഡൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഫിനാൻസ് മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ CFOസിന്റെ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസിന്റെയോ, ഫിനാൻസ് മാനേജേഴ്സിന്റെയോ, വൈസ് പ്രസിഡന്റ് ഫിനാൻസിന്റെയോ, ഡയറക്ടർ ഫിനാൻസിന്റെയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ്. പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, പ്രോഫിറ്റ് ഏർണിങ്സ്, ഒരു വർഷം ഉണ്ടാക്കിയ ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, എത്ര ശതമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, അതൊന്ന് അല്ല നമ്മൾ റീറ്റെയിൻ ചെയ്ത് കമ്പനിയുടെ ഭാവി ഡെവലപ്മെന്റിന് വേണ്ടി, കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി റീറ്റെയിൻ ചെയ്യണോ, മാറ്റി വെച്ചേക്കണോ എന്നുള്ളത് ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്, ആ ജഡ്ജ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡിവിഡൻറ്റ് പോളിസി ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അതിന് നിർണ്ണായകമായിട്ട് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്പാൻഷൻ പോളിസി, ഭാവിയിൽ അടുത്ത വർഷം എന്തെങ്കിലും വലിയ മെഷീനറി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ അടുത്ത വർഷം ഏതെങ്കിലും ബിൽഡിംഗ് കിട്ടുന്നുണ്ടോ, അല്ലേ, നമ്മുടെ ഭാവിയിലെ എക്സ്പാൻഷൻ പോളിസിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ് ബിസിനസ് സൈക്കിൾ എങ്ങനെയാണ്, കമ്പനിയുടെ ക്യാഷ് പോളിസി എങ്ങനെയാണ്, ലിക്വിഡിറ്റി എങ്ങനെ, പൊസിഷൻ എങ്ങനെയാണ് പൈസ വരുന്നത്, അതിൻ്റെ ഒരു സൈക്കിൾ എങ്ങനെ, റോ മെറ്റീരിയൽ പോയി അല്ലേ, നിങ്ങൾക്ക് WIP ആയി, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, സെയിൽസ് ആയി, ഡെറ്റേഴ്സ് ആയി, ക്യാഷ് ആയി, ഈ സൈക്കിൾ എങ്ങനെയാണ് ആ കമ്പനിയിൽ അത് നോക്കണം. മാനുഫാക്ചറിങ് സർക്കിൾ എങ്ങനെയാണെന്ന് നോക്കണം. അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കാൻ. പിന്നെ പൊതുവേ ഡിവിഡൻറ്റ് കൊടുക്കുന്ന കമ്പനികളിൽ ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു 25%, അടുത്ത വർഷം 4%, അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ പൊതുവേ വലിയ ലിസ്റ്റഡ് കമ്പനിയുടെയോ അല്ലെങ്കിൽ കമ്പനിയിലെ എന്താ പറയുക, നാട്ടിലുള്ള പല പ്രശസ്ത കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കുന്ന കമ്പനികൾ, പേര് പറയുന്നില്ല വീഡിയോ ഉണ്ടെങ്കിലും, അങ്ങനത്തെ കമ്പനികൾ നോക്കിയതുകൊണ്ട് പൊതുവെ ഒരു ട്രെൻഡ് ഉണ്ടാവും. ഒരു 15-20 വർഷം എന്താ പറയുക പഴക്കമുള്ള കമ്പനിയാണെങ്കിൽ ഓരോ വർഷവും കൊടുക്കുന്ന ഡിവിഡൻറ്റ് റേറ്റിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ. ആ പാറ്റേൺ കൂടെ നമ്മൾ നോക്കണം. അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഡിവിഡൻറ്റ് പോളിസി അല്ലേ. പെട്ടെന്ന് ഒരു വർഷം 35%, 30% എന്നൊക്കെ പറഞ്ഞ് പൊതുവെ നമ്മൾ ചെയ്യാറില്ല. അതൊരു ട്രെൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഡിവിഡൻറ്റ് തന്നെ കൊടുക്കുന്നത് ഒരു പുതിയൊരു മെത്തേഡാണ്. പണ്ടത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡ് ക്യാഷ് ആയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ട് കൊടുക്കാറുണ്ട്, ഡിവിഡൻറ്റ് ഷെയർസ് ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. ബോണസ് ഷെയർസ് പോലെ ബോണസ് ഷെയർസ് ആയിട്ട് കൊടുക്കാറുണ്ട്, ബോണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ച ചില കമ്പനികൾ പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുന്നു, ഇൻവെൻട്രീസ് പോലും, കമ്പനിയുടെ ഇൻവെൻട്രീസിനെ പോലും ഡിവിഡൻറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രവണത, അതായത് ഡിവിഡൻറ്റ് എന്താണ് ഇൻ ദ വേ ഓഫ് എ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ പുതിയൊരു ആശയമുണ്ട്. പക്ഷെ പൊതുവെ ട്രഡീഷണലി ക്യാഷ് ആയിട്ടാണ്, ക്യാഷ് എന്ന് വെച്ചാൽ ബാങ്കോ ക്യാഷോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഷെയർ ആയിട്ടും കൊടുക്കാം, ബോണ്ടായിട്ട് കൊടുക്കാം, പ്രോപ്പർട്ടി ആയിട്ടും കൊടുക്കാം എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിവിഡൻറ്റ് പോളിസിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റീറ്റെയിൻ ചെയ്യണോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, അതിനെന്താണ് കമ്പനിയുടെ എക്സ്പാൻഷൻ പോളിസി, എന്താണ് പൈസ ഇപ്പോൾ വച്ചേക്കണോ അതോ ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് പൈസ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ അതോ ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണോ, അതിനുള്ള എക്സ്പാൻഷൻ പ്ലാൻസ് നമുക്കുണ്ടോ. പിന്നെ കമ്പനിയുടെ ബിസിനസ് സൈക്കിൾ എങ്ങനെ, കമ്പനിയുടെ ഡിവിഡൻറ്റ് പൊതുവെയുള്ള ട്രെൻഡ് എങ്ങനെയാണ്, കഴിഞ്ഞ വർഷം എത്ര കൊടുത്തു, ഇൻട്രിം ഡിവിഡൻറ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, കഴിഞ്ഞ വർഷം എത്ര കൊടുത്തു, ഇത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നപ്പോൾ എത്ര ശതമാനമാണ് നമ്മൾ കൊടുത്തത്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ പല മെത്തേഡ്സ് ഉണ്ട്, ക്യാഷ് ആയിട്ട് കൊടുക്കാം, ബോണ്ടായിട്ട് കൊടുക്കാം, ഷെയർ ആയിട്ട് കൊടുക്കാം. ട്രഡീഷണലി ക്യാഷോ ബാങ്കോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ക്യാഷോ ബാങ്ക് എന്നല്ല, ക്യാഷ് ഈക്വൽ ടു ബാങ്ക് ആണ് കൊടുക്കുക. ഇപ്പോൾ പുതിയതായിട്ടൊരു ട്രെൻഡ് പഠനത്തിൽ വരുന്ന സംഭവം പ്രോപ്പർട്ടി ആയിട്ട് കമ്പനി ഇൻവെൻട്രീസ് ആയിട്ടൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള ചില ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് സാർ ഡിവിഡൻറ്റ് പോളിസിയെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ടൈപ്പായിട്ട് ഡിവിഡൻറ്റ് പോളിസീസ്, പ്രിവെയിലിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ് ഉണ്ട് പോളിസീസ്. പൊതുവേ കമ്പനികളുടെ പരിശോധിച്ച് നോക്കേണ്ടത്, എസ്പെഷ്യലി നല്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഒരു ട്രെൻഡ് നോക്കുന്നുണ്ടെങ്കിൽ പല പാറ്റേൺസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അനാലിസിസിനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ഡിവിഡൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. പൊതുവേ ഞാൻ ഈ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സ്ലൈഡിലുള്ള പോലത്തെ കാര്യങ്ങളാണ് പൊതുവെ ഉള്ളത്. ഒന്ന് പ്രസന്റ് ലെവൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എത്ര കൊടുത്തു അതിൻ്റെ ഈ വർഷം. പൊതുവെ പെർസെൻറ്റേജിലാണ് ഡിവിഡൻറ്റ് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 10% ആണെങ്കിൽ ഈ വർഷം 10%. ഇങ്ങനെ പ്രസന്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി.
ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആ പ്രസന്റ് ലെവലിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പ്രസന്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ ലോവർ ലെവൽ വെച്ചാൽ കഴിഞ്ഞ വർഷം 10%, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് 10%, ഇപ്പോൾ ഭാവിയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളൊരു 7% പിടിച്ചു നിർത്തുക. അങ്ങനെ ലോവർ പെർസെൻറ്റേജിൽ കൊണ്ടുപോകുന്നു, ലോവർ ലെവൽ. പിന്നെ ഹയർ ലെവൽ, കമ്പനിയുടെ പെർഫോമൻസ് വാല്യൂഷന് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 10 അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം 10, ഈ വർഷം 12, 13, 15% കൊടുക്കുന്നതാണ് നമ്മൾ ഹയർ ലെവൽ. ഇങ്ങനത്തെ പാറ്റേൺ നമ്മൾ ഫോളോ. ഒന്നീ സ്റ്റിക്ക് ഓൺ ടു ദ പ്രസന്റ് ലെവൽ, അല്ലെങ്കിൽ ലോവർ ലെവലോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകുക. വേറൊരു ടൈപ്പ് എന്ന് വെച്ചാൽ ഫ്ലക്ച്വേറ്റിംഗ് ടൈപ്പ് എന്ന് വെച്ചാൽ ഓരോ വർഷവും എത്ര EAT എന്ന് വെച്ചാൽ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 കോടിയാണെന്നുണ്ടെങ്കിൽ 4%, അടുത്ത വർഷം 4 കോടി ആയപ്പോൾ പ്രോഫിറ്റ് 4 കോടി ആയപ്പോൾ 8%. അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റിന്റെ ലെവലിനെ ബേസ് ചെയ്തിട്ട് എന്താ പറയുക, ഡിവിഡൻഡ് റേറ്റ് തീരുമാനിക്കുന്ന ഒരു ഫ്ലക്ച്വേറ്റിംഗ് അപ്രോച്ചിനാണ് ഡിപ്പെൻഡിങ് ഓൺ EAT എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്. ഇനി വേറൊരു സംഭവം, ഒന്നും ചെയ്യേണ്ട ഉണ്ടായിരുന്നവ എന്താണ്, നോ ഡിവിഡൻഡ്. ചില കമ്പനികൾക്ക് അങ്ങനെ ഉണ്ടല്ലേ, അവർക്ക് ഭാവിയിലെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ക്യാഷ് കാണത്തില്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് കാണത്തില്ല, ലിക്വിഡ് ക്യാഷ് കാണത്തില്ല. ഡിവിഡൻഡ് കൊടുക്കാൻ പൈസ വേണമല്ലോ, അല്ലെ, ബാങ്കിൽ പൈസ വേണം. അപ്പോൾ ചില കമ്പനിക്ക് ലിക്വിഡിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ 3-4 വർഷമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഡിവിഡൻഡ് കൊടുക്കത്തേയില്ല. ഈ ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്നത് മിസ്മാനേജ്മെന്റ് ഒന്നും അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഡിവിഡൻഡ് പോളിസിയാണ്, കമ്പനിയുടെ ബോർഡ് തീരുമാനിക്കുന്ന ഒരു നിർണായകമായിട്ടൊരു ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, എന്തുകൊണ്ട് തരുന്നില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ്. ഡിക്ലെയർ ചെയ്താൽ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നോ ഡിവിഡൻഡ് എന്ന് പറയുന്നതും ഒരു പോളിസി, ഒരു ടൈപ്പ് ഓഫ് പോളിസിയാണ്. അങ്ങനെ ചില കമ്പനികൾ ചില കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ പോലും കഴിഞ്ഞ കുറേ വർഷമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഡിവിഡൻഡ് കൊടുത്തെന്ന് വരത്തില്ല. ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ പോളിസി ഓഫ് ദ കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കമ്പൽസറി അല്ല എന്ന് പറഞ്ഞു, അത് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിയമം വരാത്ത പക്ഷം, നമുക്ക് മാൻഡേറ്ററി എന്നൊരു സംഭവം വരാത്ത പക്ഷം ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്നതിലും തെറ്റൊന്നുമില്ല, അതിൻ്റെ പോളിസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, പൊതുവേ ഡിവിഡൻഡ് കൊടുക്കുന്നത് പെർസെൻറ്റേജിലാണ്. പെർസെൻറ്റേജ് ഏതിലാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂലല്ല. ഇപ്പം നിങ്ങളുടെ കമ്പനി കയ്യിരിക്കുന്ന ഷെയറിൻ്റെ വില ചിലപ്പം 300 രൂപയായിരിക്കാം, 350 രൂപയായിരിക്കാം, പക്ഷേ അതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയായി കാണത്തുള്ളൂ. എങ്കിൽ ഈ ഡിവിഡൻഡ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യേണ്ടത് ഫേസ് വാല്യൂലാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിഫറെൻറ്റ് ഡിവിഡൻഡ് പോളിസീസിനെ കുറിച്ചാണ്. പലതരം പോളിസീസാണ് പല ടൈപ്പ് ഓഫ് കമ്പനീസ് യൂസ് ചെയ്യുന്നത്. അത് പ്രസന്റ് ലെവലാവാം, ലോവർ ലെവലാവാം, ഹയർ ലെവലാവാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഡിപ്പെൻഡിങ് ഓൺ EAT എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു ട്രെൻഡൊന്നുമില്ല, പക്ഷേ ഓരോ വർഷം വരുന്ന പ്രോഫിറ്റിന് EAT ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിവിഡൻഡ് റേറ്റ് ഫിക്സ് ചെയ്യും. ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്നതും ഒരു പോളിസിയാണ്. അങ്ങനെ ഒരുപാട് കമ്പനികൾ അങ്ങനെ ഉണ്ട്, അതിന് അവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് കാണും, അവരെ ബോർഡ് തീരുമാനിക്കുന്നതാണ്, അല്ലേ. പിന്നെ പറഞ്ഞു കമ്പൽസറി അല്ല. അവസാനമായിട്ട് പറഞ്ഞു ഇത് പെർസെൻറ്റേജിലാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പൊതുവേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു പെർസെൻറ്റേജ് പറയും, 8%, 10%, 30%. അത് ഫേസ് വാല്യൂ, ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, മാർക്കറ്റ് വാല്യൂലല്ല. അപ്പോൾ ഇതാണ് ഡിവിഡൻഡ് ഡിഫറെൻറ്റ് പോളിസീസിനെ കുറിച്ച് സാറിന് പറയാനുള്ളത്. ഇനി പൊതുവേ ഒരു പ്രോബ്ലം ഏരിയ ആണിത്. ഞാൻ പറഞ്ഞു, ഞാൻ തിയറി ആസ്പെക്ട്സ് മാത്രം പറയുന്ന ഒരാളാണ്, തിയറി ആസ്പെക്ട്സ് മാത്രം ലെക്ചർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ എൻ്റെ പ്രോബ്ലം ഏരിയയിലോട്ടൊന്നും പോകുന്നില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻസിനാണ്, നമ്മുടെ കൺസെപ്റ്റ്സ് പറഞ്ഞതിലാണ് നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ ഒബ്ജക്റ്റീവ്. എങ്കിലും ഫേമസ് ആയിട്ട് ഡിവിഡൻഡ് തിയറീസ് പൊതുവെ 2 ടൈപ്പായിട്ടാണ്. ഡിവിഡൻഡ് തത്വങ്ങളുണ്ട്, 2 ടൈപ്പ് ഓഫ് തത്വങ്ങളാണ് പൊതുവെ കമ്പനീസ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്താ പറയുക, 2 ടൈപ്പ് പൊതുവെ അക്കാഡമിക്കലും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്ന് റിലവൻസ് ഓഫ് ഡിവിഡൻഡ് തിയറിയും അതുപോലെ ഇർറിലവൻസ് ഓഫ് ഡിവിഡൻഡ് തിയറിയും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം, ഒരു പരിധി വരെയെങ്കിലും ഡിസ്കസ് ചെയ്യാം. എങ്കിലും നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞു, ഡിവിഡൻഡ് തിയറീസ് എന്ന് പറയുന്നത് വേൾഡ് ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് 2ആയിട്ട് പൊതുവെ തിരിച്ചിട്ടുണ്ട്, റിലവൻറ്റ് തിയറിയും ഇർറിലവൻറ്റ് തിയറിയും. എന്താണ് റിലവൻറ്റ് തിയറിയും എന്താണ് ഇർറിലവൻറ്റ് തിയറിയും എന്നുള്ള ഡിഫറൻഷിയേഷൻ ഉണ്ട്, നമുക്ക് പിന്നെ നോക്കാം. റിലവൻസ് തിയറിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഡിവിഡൻഡ് റിലവൻ്റ് ആണെന്നുള്ള തിയറിയെ പ്രൊമോട്ട് ചെയ്യുന്ന 2 മോഡലാണ് പൊതുവെ നമുക്ക് എല്ലാ അക്കാഡമിക് ബുക്സിലും അവൈലബിൾ ആയിട്ടുള്ള. ഒന്ന് വാൾട്ടേഴ്സ് മോഡലും അടുത്ത് വന്നിട്ട് ജോർഡൻ മോഡലും. എന്നിട്ട് പറയാം വാൾട്ടേഴ്സ് മോഡലും ജോർഡൻ മോഡലും. ഈ 2 മോഡലും റിലവൻസ് ഓഫ് ഡിവിഡൻഡിനെയാണ് പ്രൊമോൾഗേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഇർറിലവൻസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ, ഇർറിലവൻസ് ഓഫ് ഡിവിഡൻഡിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ മോഡിഗ്ലിയാനി മില്ലർ, അതായത് അപ്രോച്ച് അല്ലെങ്കിൽ മോഡൽ എന്നൊരു അപ്രോച്ചാണ് പൊതുവെ അക്കാഡമിക്കലി ബുക്സിലും മറ്റുള്ള എന്താ പറയുക ആപ്ലിക്കേഷൻ ലെവലിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, പൊതുവെ 2 ടൈപ്പ് ഓഫ് ഈ തിയറി ടൈപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവിഡൻഡ് തിയറി എന്ന് പറഞ്ഞ തത്വം 2ആയിട്ടുണ്ട്. ഒന്ന് റിലവൻസും ഓഫ് ഡിവിഡൻഡും, അടുത്ത് വന്നിട്ട് ഇർറിലവൻസ് ഓഫ് ഡിവിഡൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിവിഡൻഡ് റിലവൻ്റ് ആണെന്ന് വാദിക്കുന്ന 2 മോഡലാണ് ഉള്ളത്, വാൾട്ടേഴ്സ് മോഡലും ജോർഡൻ മോഡലും. ഇർറിലവൻ്റ് എന്ന് വാദിക്കുന്നത് മോഡിഗ്ലിയാനി മില്ലർ അല്ലെ മോഡലുമാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ മോഡൽസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. റിലവൻസ് മോഡലും അതുപോലെ തന്നെ ഇർറിലവൻസിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. അതായത് റിലവൻസ് തിയറി അല്ലെങ്കിൽ റിലവൻസ് ബേസ്ഡ് ആയിട്ടുള്ള തിയറിക്ക് പൊതുവേ ഉള്ളൊരു ആസ്ഥാനം എന്ന് വെച്ചാൽ, അവരുടെ ബേസ് എന്ന് വെച്ചാൽ
അവർ പറയുന്നതാണ്, ഇഫ് ഡിസിഷൻ ഓഫ് ഡിവിഡൻഡ് അഫക്ട്സ് ദ വാല്യൂ ഓഫ് ദ ഫേം ദെൻ ഇറ്റ് ഈസ് റിലവൻറ്റ്. ഇതാണ് എൻ്റെ അകത്ത് പറയുന്ന ഒരു മോഡൽ. അതായത് എത്രത്തോളം ഈ ഡിവിഡൻഡ് കൊടുക്കണമെന്നുള്ള തീരുമാനം കമ്പനിയുടെ വാല്യൂവിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ വാല്യൂവിനെ ഇമ്പാക്ട് ചെയ്യുന്നു എങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, റിലവൻസ് ഉള്ള ഡിവിഡൻഡ് മോഡൽ അല്ലെങ്കിൽ റിലവൻസ് തിയറി എന്ന് പറയും. സോ ഇഫ് ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് കൊണ്ട് കമ്പനിയുടെ മൂല്യം കൂടുമോ കൂടൂലേ എന്നുള്ള, ഡിവിഡൻഡ് കൊടുക്കുന്നതുകൊണ്ട് കമ്പനിയുടെ മൂല്യം കൂടുന്നു അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യൂ ഇമ്പാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കൂൾ ഓഫ് തോട്ടിനെ നമ്മൾ എന്ന് പറയുന്നത് റിലവൻസ് ഡിവിഡൻഡ് മോഡൽ എന്ന് പറയുന്നത്. പൊതുവേ അതിൻ്റെ അകത്ത് അവർ വളരെ ലെവലിൽ പറയുന്നുണ്ട്, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി ചേഞ്ചസ് ഇൻ റിലേഷൻ ടു ഡിവിഡൻഡ് പേ ഔട്ട് റേറ്റ്. നിങ്ങൾ എത്രത്തോളം ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കണോ അല്ലെങ്കിൽ എത്രത്തോളം ഡിവിഡൻഡ് പേ ഔട്ടിന് പെർസെൻറ്റേജ് ഉണ്ടോ അതിനെ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവുമായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ മൂല്യവുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് പോകണമെങ്കിൽ അതിനെയാണ് നമ്മൾ റിലവൻസ് മോഡൽ. ഇപ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുകയും ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്യുന്ന കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും അല്ലേ. പേ ഔട്ട് റേഷ്യോ കൂടുന്നതോടുകൂടി, അതായത് 10%, 15%, 20%, 30% അങ്ങനെ കൂടുന്നതോടുകൂടി കമ്പനിയുടെ മൂല്യം ഒബ്വിയസ്ലി കൂടും, അല്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി കൂടും എന്നുള്ള ആശയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലവൻസ്. അപ്പോൾ ഇതാണ് ചോദ്യം, വെദർ ഇറ്റ് ഈസ് റിലവൻറ്റ് ദാറ്റ് കമ്പനീസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഹാസ് എ റിലേഷൻ വിത്ത് ദ കമ്പനീസ് വാല്യൂ. കമ്പനിയുടെ വാല്യൂ ഈ പറഞ്ഞ ഡിവിഡൻഡ് പേ ഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ടിന്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് കമ്പനിയുടെ മൂല്യവും കൂടുന്നു എന്നാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ സ്കൂൾ ഓഫ് തോട്ടെ നമ്മൾ റിലവൻസ് തിയറി എന്ന് പറയുന്നത്. ഇഫ് റിലവൻസ് പ്രൂവ്ഡ് ദെൻ ദേ പേ മോർ, ബി ഹാപ്പി ബോത്ത് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് വാല്യൂ ഓഫ് ദ കമ്പനി. അതാണ് പോയിന്റ് അല്ലേ. അപ്പോൾ റിലവൻസ് കൂടുന്നു എന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ പേ ഔട്ട് റേഷ്യോ കൂടുന്നതോടുകൂടിയും അൾട്ടിമേറ്റ്ലി കമ്പനിയുടെ മൂല്യം, കമ്പനിയുടെ വാല്യൂ കൂടും, ഷെയർ ഹോൾഡേഴ്സും ഹാപ്പിയാവും. ഈ സ്കൂൾ ഓഫ് തോട്ടിനെ നമ്മൾ റിലവൻസ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലവൻസ് തിയറി ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, റിലവൻസ് തിയറിക്കകത്ത് തന്നെ 2 ഓത്തേഴ്സ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മോഡൽസ് ഉണ്ട്. ഒന്ന് വാൾട്ടേഴ്സ് മോഡലും ജോർഡൻ മോഡലും. ഇപ്പോൾ വാൾട്ടേഴ്സ് മോഡലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പ്രാക്ടിക്കൽ വശത്തിനോട് ഞാൻ പോകുന്നില്ല, എൻ്റെ സ്കോപ്പ് അല്ല, എൻ്റെ തിയോറിറ്റിക്കൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. എങ്കിലും വാൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത് പ്രൊഫസർ ജെയിംസ് സി വാൾട്ടർ ആണ്, അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അത് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നത്, അദ്ദേഹം ഓത്തറാണ്, അദ്ദേഹമാണ് പ്രൊമുൾഗേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മെയിനായിട്ട് പറയുന്ന ഒരു ആശയം ഇതാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇത് ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ്. ഈ മോഡൽ ചർച്ച ചെയ്യുന്നത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയും കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ, കമ്പനിയുടെ സ്റ്റോക്കിന്റെ വാല്യൂയും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ബന്ധം ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ള മോഡൽ, അല്ലെങ്കിൽ അതിനെ എന്താണ് ആ സ്കൂൾ ഓഫ് തോട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് വാൾട്ടേഴ്സ് മോഡൽ. അദ്ദേഹത്തിന്റെ മോഡലിന് ഒരുപാട് അസംഷൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ ബുക്സ് നോക്കുന്നത് അറിയാൻ പറ്റും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മോഡലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെറ്റും ഇക്വിറ്റിയും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. കമ്പനിക്ക് സ്വന്തം ഏർണിങ്സ് മാത്രമേ ഉള്ളൂ, കമ്പനി പുറത്തുനിന്ന് ഓണേഴ്സ് ഒന്നും കടമേടിക്കുന്നില്ല. അതായത് ഓണേഴ്സ് ഇക്വിറ്റിയും വെളിയിൽ നിന്ന് അധികം ഇക്വിറ്റി കളക്ട് ചെയ്യുന്നില്ല, പൊതുവെ ഡെറ്റും ഇല്ല, ലോണും ഇല്ലാത്ത കമ്പനി എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അസംഷൻ. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു അസംഷൻ, എല്ലാ ഏർണിങ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉടനെ തന്നെ അത് റീഇൻവെസ്റ്റ് ചെയ്തു, അതിനെ എക്സോസ്റ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പോയിന്റ്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് മാക്സിമം ആയിട്ട് എന്ത് ചെയ്യുന്നു, കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ മൂല്യം, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷന് ഈ ഡിവിഡൻഡ് പേ ഔട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് വാൾട്ടേഴ്സ് മോഡൽ. അപ്പോൾ വാൾട്ടേഴ്സ് മോഡൽ ഒരു റിലവൻറ്റ് ഡിവിഡൻഡ് തിയറിയാണ്. എന്താണ് റിലവൻസി? പേയ്മെന്റ് റേഷ്യോയും, അതായത് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യുന്ന റേറ്റും കമ്പനിയുടെ മൂല്യവും കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വാല്യൂയും തമ്മിൽ കറക്റ്റായിട്ടൊരു ബന്ധമുണ്ട് എന്നാണ് ഈ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന് ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില അസംഷൻസും അതിനൊരു ഫോർമുലയൊക്കെ ഉണ്ടല്ലേ, എന്നൊക്കെ അറിയാമായിരിക്കും. പ്രാക്ടിക്കൽ ബുക്സ് ഒക്കെ നോക്കുന്നത് അതിൻ്റെ അകത്തൊരു ഫോർമുല പറയുന്നുണ്ട്, ഡി എന്താണ്, പി എന്താണ്, കെ എന്താണ്, റേറ്റ് എന്താണ്, കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ റേറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഇതിന് അഡ്വക്കേറ്റ് മറ്റൊരു ഓതറാണ് ജോർഡൻ മോഡലും വാൾട്ടർ മോഡലും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എങ്കിലും രണ്ടുപേരും ഇത് റിലവൻ്റ് ആണെന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് കൊടുക്കുന്നത് നല്ലതാണ്, ഡിവിഡൻഡ് കൊടുത്താൽ കമ്പനിയുടെ മൂല്യം കൂടും, വാല്യൂ കൂടും, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതാണ് രണ്ടുപേരും പറയുന്നത്. പക്ഷേ രണ്ടുപേരും മോഡലും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. ഇദ്ദേഹവും പറയുന്നത്, അല്ലെങ്കിൽ ഈ ഓതറും ഇദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എന്താണ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവകാശപ്പെടുന്നു, ഡിവിഡൻഡ് പോളിസി ഓഫ് എ ഫേം അഫക്ട്സ് ഇറ്റ്സ് വാല്യൂ ഓഫ് ദ ഷെയർ ആൻഡ് കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂവും ഡിവിഡൻഡിന്റെ റേറ്റും വളരെ ലിങ്ക്ഡ് ആണെന്നാണ് അദ്ദേഹവും അവകാശപ്പെടുന്നത്. ദ ഫേംസ് അഫക്ട്സ് ഇറ്റ്സ് വാല്യൂ ഓഫ് ദ ഷെയർ ആൻഡ് ദ ഫേം, രണ്ടിനെയും അഫക്ട് ചെയ്യുന്നത്. അതായത് ഡിവിഡൻഡും അതുപോലെ തന്നെ വാല്യൂയും തമ്മിൽ ഒരു കറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പിന്നെ ചില ഇതുമായിട്ട് ഈ വാൾട്ടറുമായിട്ടൊക്കെ ചില ഡിഫറൻസ് പറയുന്നുണ്ട് അദ്ദേഹം. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റിലും ഇതുപോലെ തന്നെ നോ ഔട്ട്സൈഡ് ഫിനാൻസിങ് എന്ന് പറയുന്നുണ്ട്, നോ ലോൺ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇക്വിറ്റി ഉണ്ട്. വാൾട്ടേഴ്സ് മോഡലിൽ ഇക്വിറ്റി കൺസിഡർ ചെയ്യുന്നില്ല,
ലോൺ ഇല്ലാന്ന് പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മോഡലിൽ ലോൺ ഇല്ലാന്ന് പറയുന്നുള്ളൂ, പക്ഷേ ഇക്വിറ്റി ആ കമ്പനിയിലുണ്ട്, അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ ഉണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടുപിടുത്തമാണ് IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പൊതുവേ എന്താണ് റിമൈൻസ് ദ സെയിം. അത് ഇന്റേണൽ റേറ്റ് ഓഫ് അക്രൂവൽ, റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ തന്നെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പൊതുവേ എന്താണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്, എന്താണ് സെയിം ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം കോർപ്പറേറ്റ് ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല. കോർപ്പറേറ്റ് ടാക്സ് ഇല്ലാത്തൊരു ഒരു 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 അസംഷനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് റിസർച്ച് നടത്തി അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ബുക്സ് ഒക്കെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഇതിനെക്കുറിച്ചുള്ള ക്രിറ്റിസിസം ഉണ്ട്. വാൾട്ടേഴ്സ് മോഡലിനെ കുറിച്ചും ക്രിറ്റിസിസം ഉണ്ട്, അതുപോലെ തന്നെ ജോർഡൻ മോഡലിനെ കുറിച്ച് ക്രിറ്റിസിസം ഉണ്ട്. പക്ഷേ ബേസിക്കലി നമ്മുടെ ഒരു തിയറി ആസ്പെക്റ്റിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, രണ്ട് മോഡലും ദേ പ്രൊമോട്ട് പേ ഔട്ട് ഡിവിഡൻഡ്. They establishes a clear relationship between company's payout ratio of dividend and the value of the firm. അതിൻ്റെ അകത്തുള്ള അസംഷൻസിൽ രണ്ടുപേരും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് വെർഷനെയാണ് നമ്മൾ അന്ന് പറയുന്നത് ഇർറിലവൻസ് ഓഫ് ഡിവിഡൻഡ് മോഡൽ. അതായത് ഇർറിലവൻസ് ഓഫ് ഡിവിഡൻഡ് മോഡൽ ഇവിടെ പറയുന്നത് ഈ മോഡൽ പ്രൊമോൾഗേറ്റ് ചെയ്യുന്ന ഓതറിന്റെ പേര് MM മോഡൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. MM ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറയപ്പെടുന്നു. മോഡിഗ്ലാനി ആൻഡ് മില്ലർ എന്നാണ്. ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ argument is the value of the firm is determined by the earning power of the company. കമ്പനിയുടെ ഏർണിങ്സിന്റെ എന്താണ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കമ്പനിയുടെ വാല്യൂ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ മൂല്യം, കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ, അല്ലാതെ ഡിവിഡൻഡിന്റെ ബേസിസിലല്ല എന്നാണ് ഈ മോഡലിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ മോഡലിന്റെ കൂടുതലുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളരെ ക്ലിയർ ആണ്. ആർഗ്യുമെന്റ് ഇസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഏർണിംഗ് പവർ. എത്ര ഏൺ ചെയ്യാൻ പറ്റും കമ്പനിക്ക്, എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും, ആഫ്റ്റർ ടാക്സ് എത്രത്തോളം ഏർണിങ്സ് നമുക്ക് കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റും, EAT എത്രത്തോളം കൂട്ടാൻ പറ്റും, പിന്നെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് പോളിസി എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വലി കമ്പനിയുടെ മൂല്യം തീരുമാനിക്കുന്നത്, കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ തീരുമാനിക്കുന്നതാണ് MM മോഡലിന്റെ അടിസ്ഥാനം. പല വ്യൂസും ഉണ്ട് കേട്ടോ, പല ഓതേഴ്സ് ഇതിൽ പല വ്യൂസും പറയുന്നത് നമുക്ക് ഇൻഡിപെൻഡന്റ് റെഫർ ചെയ്യാന്നുള്ളൂ, എങ്കിലും തിയറി ആസ്പെക്ടിന് വേണ്ടി ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് മാനർ ഇൻ വിച്ച് ഏർണിങ്സ് ഓർ ഡിവൈഡഡ് ഇൻടു ഡിവിഡൻസ് ആൻഡ് റീറ്റേൺഡ് ഏർണിങ്സ് ഡസ് നോട്ട് അഫക്ട് ദ വാല്യൂ എന്നാണ് പറയുന്നത്. അതായത് എത്രത്തോളം പൈസ നിങ്ങൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു, എത്രത്തോളം പൈസ നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള ഡിവിഡൻഡ് ഡിസിഷൻ ഡസ് നോട്ട് ഹാവിങ് എ റിലവൻസ്, ഡസ് നോട്ട് ഗോയിങ് ടു അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് MM മോഡൽ പറയുന്നത്. റാദർ ദാൻ അതിന് പകരം കമ്പനിക്കുള്ള ഏർണിംഗ് കപ്പാസിറ്റി എത്ര, കമ്പനിക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മോഡലിന്റെ അടിസ്ഥാനം. ഇവിടെ ചില അസംഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആണ്, അതുപോലെ തന്നെ എല്ലാ ഓതേഴ്സിനും പൊതുവെ ചില ബേസിസ് അസംഷൻസ് ഉണ്ട്. ഇഫ് ദ റീറ്റേൺ ഏർണിംഗ്സ് ആർ റീഇൻവെസ്റ്റഡ് ദെയർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ദ റിസ്ക് ഓഫ് ദ ഫേം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആശയങ്ങളുണ്ട്. എങ്കിലും നമ്മൾ അക്കാഡമിക് പർപ്പസിന് അല്ലെങ്കിൽ നമ്മളെ ഡിസ്കഷന് വേണ്ടി മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ ഡിവിഡൻഡ് പോളിസിയും കമ്പനിയുടെ വാല്യൂവുമായിട്ട് ബന്ധം വലുതായിട്ടില്ല എന്ന് വാദിക്കുന്ന മോഡലാണ് MM മോഡൽ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, അതാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എടുക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നമ്മുടെ ലാസ്റ്റ് ഡിസ്കഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു, രണ്ട് ടൈപ്പ് ഡിവിഡൻഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിവിഡൻഡ് ചില പ്രാക്ടീസ് പറഞ്ഞു, പ്രസന്റ് ലെവൽ, ലോവർ ലെവൽ, ഹയർ ലെവൽ, അങ്ങനത്തെ ചില പ്രാക്ടീസ് പറഞ്ഞു, ഡിവിഡൻഡിന്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് പറഞ്ഞു അല്ലേ. അതുപോലെ രണ്ട് മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു, റിലവൻസ് ഡിവിഡൻഡും ഇർറിലവൻസ് ഡിവിഡൻഡും. അതിൻ്റെ അത് വാൾട്ടർ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ ജോർഡൻ മോഡൽ പറഞ്ഞു. പിന്നെ ഇർറിലവൻ്റ് ആണെന്ന് പറയുന്ന വാല്യൂവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ആശയം MM മോഡലിനെ കുറിച്ച് തിയറിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞു. ഇനി സാറ് പറയാൻ പോകുന്നത് എന്താണ് ഡിവിഡൻഡിന്റെ റേറ്റിന് അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസിയെ, അല്ലെങ്കിൽ ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടേ, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഡിവിഡൻഡ് പോളിസിയെ തന്നെ നിർണായകമായിട്ടും ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഫിനാൻസ് മാനേജറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിവിഡൻഡ് തീരുമാനിക്കുമ്പോൾ. ഒന്ന് ലീഗൽ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന പോലെ കമ്പനി ലോയും കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പൊതുവെ ലോൺ കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് കമ്പനി ഓൾറെഡി തന്നെ ലോൺ എടുത്തിട്ടുണ്ടാവും, ബോണ്ടുകളുണ്ടാവും, അവർക്കൊക്കെ എപ്പോഴാണ് പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര, അപ്പോൾ അതിനൊക്കെ പൈസ മാറ്റി വെക്കണ്ടേ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ലിക്വിഡിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ള ബോണ്ട് ഹോൾഡേഴ്സിനും ഡിബഞ്ചേഴ്സിനും ലോൺ എടുത്തവർക്കും എത്രത്തോളം കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് കൊണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത് ലീഗൽ ആസ്പെക്ട്. സോ ദാറ്റ് വിൽ ബി വൺ ഓഫ് ദ ഫാക്ടർ ടു ഡിറ്റർമിൻ വെദർ ടു പേ ഓർ നോട്ട് ഡിവിഡൻഡ്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ആസ്പെക്ട് ആണ്, പറയേണ്ട ആവശ്യമില്ല. ക്യാഷ് അവൈലബിലിറ്റി നേരത്തെ പറഞ്ഞ സംഭവം. മറ്റത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ആണ്. ഇതെന്താണ്, ക്യാഷ് അവൈലബിലിറ്റി, ലിക്വിഡിറ്റി ആണ്. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് നമുക്കറിയാമല്ലോ, ഫിനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട്, ക്വിക്ക് റേഷ്യോ, അതുപോലത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോൾവൻസി റേഷ്യോ, അതുപോലത്തെ കാര്യങ്ങൾ. അനാലിസിസ് എത്രത്തോളം, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അനാലിസിസിൻ്റെ ഔട്ട്പുട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിൻ്റ് ആയിരിക്കും. എന്ത് കൊടുക്കണോ വേണ്ടിയെന്ന്, ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടി, എത്ര കൊടുക്കണം, ഫ്രീക്വൻസി, ഇൻ്റർവ്യൂ വേണോ, ഫൈനൽ വേണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
എക്കണോമിക് ആസ്പെക്ട് കമ്പനിയുടെ മൂല്യമാണ്. കമ്പനിയുടെ മൂല്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ പൈസ എന്നൊരു വാക്ക് പറയാറില്ല, അതിന് പകരം പറയുന്ന വാക്കാണ് വാല്യൂ, അല്ലെ മൂല്യം, വർത്ത് ഓഫ് ദ ഫേം. അത് എക്കണോമിക് ആസ്പെക്ട്സിന്റെ കീഴിൽ വരും. ആ എക്കണോമിക് ആസ്പെക്ട്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ തിങ് which will determine when to declare dividend, how to declare dividend, and of course the frequency of declaring dividend. പിന്നെ ബിസിനസിന്റെ നേച്ചർ, സെക്ടർ, ഓരോ സെക്ടറിനും ഒരു ട്രെൻഡ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറാണോ, ബാങ്കിങ് സെക്ടറാണോ, FMCG സെക്ടറാണോ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സ് സെക്ടറാണോ, അല്ലെങ്കിൽ എന്താ പറയുക പല ടൈപ്സ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, സിമെന്റും അയൺ ഇൻഡസ്ട്രി, അതുപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണോ. അപ്പോൾ അങ്ങനെ അതിന് ഫിനാൻഷ്യൽ സെക്ടറാണ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ നേച്ചർ എന്താണ്, അവരുടെ മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്ന ഡിവിഡൻഡ് റേറ്റ്, അതിൻ്റെ ട്രെൻഡ് സെക്ടർ, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതും ഒരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ എന്താ നോക്കുന്നത്, ഡിവിഡൻഡിനെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടി നിർണ്ണയിക്കുന്ന ഒരു ഫിനാൻസ് മാനേജറിനുള്ള ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള സംഭവം. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ് എന്താണ് ഡിവിഡൻഡ് ട്രെൻഡും ഡിവിഡൻഡ് ഹിസ്റ്ററിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിവിഡൻഡ് ട്രെൻഡും ഹിസ്റ്ററിയും. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു കമ്പനി അത്ഭുതകരമായിട്ടൊരു ഡിവിഡൻഡ് സർപ്രൈസ് ആയിട്ട് ഒരു വർഷം ഡിക്ലെയർ ചെയ്യാറില്ല. പൊതുവെ അതൊരു ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ കമ്പനിയുടെ ഹിസ്റ്ററി, കമ്പനിയുടെ എന്താ പറയുക പോളിസി, പഴയ കാലഘട്ടങ്ങളിലെ ഒരു കീഴ്വഴക്കങ്ങൾ, അതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് ദ കമ്പനി അല്ലേ. കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണോ, പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് 200 പേർക്ക് താഴെ കാണത്തുള്ളൂ പൊതുവേ. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ഒത്തിരി ഷെയർ ഹോൾഡേഴ്സ് കാണും. ലിസ്റ്റഡ് കമ്പനിയാണ് വൈഡ്ലി ഹെൽഡ് ആണ്, ഒരു 30,000-50,000 ഷെയർ ഹോൾഡേഴ്സ് കാണും. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുള്ളത് പേ ഔട്ട് റേഷ്യോയുടെ എമൗണ്ടും ലിക്വിഡിറ്റിനെയൊക്കെ നിർണ്ണയിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടൈപ്പ് ഓഫ് കമ്പനി. പ്രൈവറ്റ് ആണോ, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ, ലിസ്റ്റഡ് ആണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫിനാൻസ് നീഡ്സ് ഓഫ് ദ കമ്പനി, ഭാവിയിൽ എത്ര ആവശ്യമുണ്ട്, അടുത്ത വർഷം എന്തെങ്കിലും പ്രോജക്ട്സ് വരുന്നുണ്ടോ, എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടോ, മെർജർ അക്വിസിഷൻസ് ഉണ്ടോ, മേജറായിട്ട് M&A ഗെയിംസ് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അക്വിസിഷൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ആയിട്ടൊരു ഫോറിൻ കൊലാബറേഷൻ അഗ്രിമെന്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഒരു പേറ്റന്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് നമ്മൾ റോയൽറ്റി കൊടുക്കാനുണ്ടോ, ഔട്ട്ഗോ എത്രയാണ് അല്ലേ, എത്രത്തോളം ഔട്ട്ഗോ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇൻകമിംഗ് ഉണ്ടെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഫിനാൻഷ്യൽ നീഡ്, കമ്പനിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ആവശ്യം എന്താണെന്നുള്ളത് വളരെ നിർണായകമായിട്ടൊരു ഫാക്ടറാണ് ഡിവിഡൻഡ് തീരുമാനിക്കുന്നത്. ബിസിനസ് സൈക്കിൾ ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ഒരിക്കൽ പറഞ്ഞു പോയതാണ്. ബിസിനസ് സൈക്കിളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. നിങ്ങൾക്കറിയായിരിക്കും ഒരു ക്യാഷ് ടു ക്യാഷ് ജേണി ഉണ്ട് ഒരു കമ്പനിക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ, ഇൻവെൻറ്ററി എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം, സ്റ്റോക്ക് എത്ര, ഡെറ്റേഴ്സ് പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറ്റേഴ്സിൻ്റെ ഏജിങ് 30 ദിവസത്തിനകത്താണ് നമ്മൾ ഡെറ്റേഴ്സ് പൊതുവെ കൊടുക്കുന്നത് കടക്കാർക്ക് അല്ലേ. നമ്മൾ ഒത്തിരി വരുന്ന പൈസയും ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സപ്ലയേഴ്സിൽ നിന്നൊക്കെ സാധനം മേടിച്ചു, അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് എങ്ങനെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറ്റേഴ്സിന് കൊടുക്കുന്ന പോളിസി, ഇതിൻ്റെ ഏജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഒത്തിരി പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒത്തിരി വർഷമായിട്ട് ഡിവിഡൻഡ് ഈ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടോ, അവരെത്രത്തോളം പ്രഷർ ചെയ്യും, അവർ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും, അപ്പോൾ അതിനെ കിട്ടിപ്പോയി. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് സൈക്കിൾ, ഓവറോൾ ബിസിനസ് സൈക്കിൾ, പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ. അവസാനമായിട്ടും പോളിസി മാറ്ററാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഡിവിഡൻഡ് ടാക്സ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പൊതുവെയുള്ള കോർപ്പറേറ്റ് ടാക്സ്, അതിൻ്റെയൊക്കെ പേ ഔട്ട് എങ്ങനെ, അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻസോൾവൻസി കോഡ് അല്ലേ, IBC ഇൻസോൾവൻസി കോഡ്, ബാങ്ക്രപ്സി കോഡൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ക്രെഡിറ്റേഴ്സിനൊക്കെ സമയത്തിന് പേ ചെയ്യണം. പിന്നെ MSME സെക്ടർ ആണെങ്കിൽ അതിനായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ഇപ്പോൾ പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ വന്നിട്ടുണ്ട്, അതിൻ്റെ അപ്പോൾ എന്താ ഉദ്ദേശം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറുന്നതുകൊണ്ട് ഒരുപക്ഷെ കമ്പനിയുടെ നിർണായകമായിട്ടുള്ള ഡിസിഷൻസിൽ ചില മാറ്റങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ് ഡിവിഡൻഡ്. പ്രത്യേകിച്ച് ഡിവിഡൻറ്റിൻ്റെ കമ്പനി ലോ പരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ടാക്സേഷൻ പാർട്ട്, അതുപോലെ തന്നെ എന്താണ് കമ്പനിക്കുള്ള മറ്റുള്ള ടാക്സ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അല്ലെങ്കിൽ ഒരുപക്ഷെ കമ്പനിയുടെ പോളിസി ഒരു വിധത്തിൽ പറഞ്ഞുണ്ടെങ്കിൽ ഗവൺമെൻറ് പോളിസിയുമായിട്ടും കൂടെ ലിങ്ക്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഓർ ക്രൂഷ്യൽ ഫാക്ടേഴ്സ് വിച്ച് വിൽ അഫക്ട് ഓർ വിച്ച് വിൽ ഡിറ്റർമിൻ യുവർ ഡിവിഡൻഡ് പോളിസി ഓഫ് ദ കമ്പനി. സോ ഇത് നല്ല നോക്കണം. ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്, എക്കണോമിക് ആസ്പെക്ട്സ് ഉണ്ട്, ബിസിനസ് ആസ്പെക്ട്സ് ഉണ്ട്, അതുപോലെ ട്രെൻഡ് ഹിസ്റ്ററി ഉണ്ട്, ടൈപ്പ് ഓഫ് ദ കമ്പനി വളരെ എസെൻഷ്യൽ ആയിട്ട് സംഭവമാണ്. പിന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ നീഡ്സ്, കമ്പനിയുടെ ബിസിനസ് സൈക്കിൾ ആൻഡ് മാർക്കറ്റ്, അൾട്ടിമേറ്റ്ലി ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലതിൽ ഈ ഡിവിഡൻഡിൽ നോക്കി വെച്ചേക്കണം. പിന്നെ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ, ഇതിനൊക്കെ പുറമെ കമ്പനി ലോയുടെ പ്രൊവിഷൻസും കൂടെ നോക്കി വയ്ക്കുക. സെക്ഷൻ 123, 124, 125, 126, 127 ഇത്രയും സെക്ഷൻസ് കമ്പനി ലോയിലുണ്ട്. കമ്പനീസ് ആക്ട് 2013 നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിവിഡൻഡ്, പ്രീവിയസ് ഇയർ പ്രോഫിറ്റിന് ഡിവിഡൻഡ് കൊടുക്കുന്ന റൂൾസ് ഉണ്ട്, അതും കൂടെ നോക്കുക. ഇത്രയും കൂടെ നോക്കി കഴിയുമ്പോൾ ഡിവിഡൻഡ് പോളിസി നിങ്ങൾക്ക് നല്ല മനസ്സിലാവും. പിന്നെ വാൾട്ടേഴ്സ് മോഡൽ, MM മോഡലും ജോർഡൻ മോഡലും കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ അതിനുള്ള പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു വീഡിയോ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തിയറി ആസ്പെക്ട്സിന്റെ വീഡിയോ സീരീസിൽ വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.